ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമുക്കില്ലേ നല്ല മട്ടൻ ചാപ്സിൻ്റെ റെസിപ്പി നോക്കിയെങ്കിലോ. അപ്പം ഞാൻ 1 കിലോ വരുന്ന മട്ടനാണ് ഇവിടെ എടുത്തിനത്. അതിലേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒഴിച്ചിട്ടില്ലേ നമുക്കത് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. ഒരു 4 വിസിൽ വരെ. അത് കഴിഞ്ഞിട്ടില്ലേ നമുക്കൊരു പാത്രത്തിലില്ലേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പാങ്ങ് വഴന്ന് വരുമ്പോൾ ഇല്ലേ അതിലേക്ക് കറി ലീഫും കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇല്ലേ നമുക്ക് നല്ല പാങ്ങിൽ വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. അതിന് ശേഷം ചെറിയ ഉള്ളിയില്ലേ ഒരു കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് നല്ല ക്രഷിങ്ങിലിട്ടിട്ട് ഞങ്ങൾക്ക് നല്ല പാങ്ങ് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടിട്ടായിട്ട് അതിൻ്റെ പാങ്ങ് നല്ല പാങ്ങ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല പാങ്ങിൽ വഴഞ്ഞിട്ട് നല്ല പാങ്ങില്ല ബാടിയിട്ട് വരുമ്പോൾ നമ്മൾ വലിയ ജീരകം ഇല്ല ആ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ജീരകം ഒരു സ്പൂണ് മോളുടെ പൊടിയും 1 സ്പൂണ് 2 സ്പൂണ് കൊത്തമ്പാരി പൊടിയും 1 സ്പൂണ് കുരുമുളകുടെ പൊടി ഇട്ടിട്ടില്ലേ പാങ്ങിൽ അതിൻ്റെ നല്ല പാങ്ങ് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം എല്ലാം പോകുന്നവർ പൊടി കരിയാതെ നോക്കണം. പൊടി കരിഞ്ഞെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. പിന്നെ അതെല്ലാം നല്ല പാങ്ങ് നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടാകുമ്പോൾ ഒരു കപ്പോളം തൈരില്ലേ നമ്മൾ പുളിയില്ലാത്ത തൈര് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പുളിയില്ലാത്ത തൈര് കേട്ടോ നല്ലത്. പുളീൻ്റെ തൈരങ്ങ് കറിക്ക് ഒരു പുളി രസം വരും. അപ്പോൾ ഒരു 1/2 കപ്പ് എടുത്താൽ മതി. ഞാനൊരു കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മട്ടനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് മട്ടൻ. അങ്ങനെ ഇത് മട്ടൻ ആ വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കട്ടെ. വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്തിട്ടായിട്ട് അതിൽ നിന്ന് നല്ല മസാല പൊടിക്കോളം നല്ല പാങ്ങ് തിളപ്പിച്ചിട്ടെടുക്കട്ടെ. ഓൾറെഡി മട്ടൻ വെന്തതല്ലേ അതുകൊണ്ട് അതിൻ്റെ മസാല മാത്രം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അത്ര വെള്ളം അതിൽ നിന്ന് വറ്റിച്ചെടുക്കുക. ഇത് അപ്പത്തിനും ചോറിനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കറി. അപ്പോൾ നിങ്ങളില്ലേ മസ്റ്റ് ട്രൈ ആക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ തൈര് ഒഴിക്കുന്നതുകൊണ്ട് തക്കാളിക്ക് പകരം നമ്മൾ തൈരാണ് ഇവിടെ യൂസ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിന് ഒരു കുറവ് വരുന്നില്ല. നല്ല ടേസ്റ്റ് കൂടുന്നതല്ലാതെ വേറൊരു ഇതുമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് കുരുമുളകുടെ പൊടി ഇട്ടിട്ടില്ലേ കുറച്ച് അടിച്ച് വെച്ചിട്ട് വേവിക്കട്ടെ. എനിക്ക് ഈ ഗ്രേവി അങ്ങനെ നല്ലോണം ഗ്രേവി വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളില്ലേ മസ്റ്റ് ട്രൈ ആക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി പറഞ്ഞെങ്കിൽ അടിപൊളി. ഞാൻ വെറുതെ ചെല്ലുന്നല്ല നല്ല അടിപൊളി നല്ല മട്ടൺ റെസിപ്പി കേട്ടോ. അപ്പോൾ ഓക്കെ ബായ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യ് കമൻറ്റ് ഇടൂ. അപ്പോൾ ഓക്കെ ബായ്.